ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് LGSന് വേണ്ടി ഒരു 50 ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. 50 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും റിവിഷൻ ടൈം കൂടെ കൊടുത്തുകൊണ്ടാണ് സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ടൈം ടേബിൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. കൃത്യമായ ഇടവേളകൾ കൊടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം. ഡെയിലി ടൈം ടേബിളിൽ കമ്പനി ബോർഡ് LGSന് വേണ്ട SCRT ചാപ്റ്റേഴ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർക്ക് 50 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണമെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം, ആദ്യത്തെ 5 ദിവസം പഠിച്ചാൽ പിന്നെ വരുന്ന 2 ദിവസം റിവിഷൻ ഡേ ആണ്. പിന്നെയും 5 ദിവസം പഠനം, പിന്നത്തെ 2 ദിവസം റിവിഷൻ. ഇങ്ങനെയാണ് ടൈം ടേബിൾ പോകുന്നത്. ഡേ 1 ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടതെന്ന് പറയാം. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. ഈ ടോപ്പിക്കാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത്. ഇതൊരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട. ആദ്യത്തെ 5 ദിവസത്തെ ടൈം ടേബിളിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 5 ദിവസം കൊണ്ട് ഈ ടോപ്പിക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിച്ചു തീർത്താൽ മതി. അടുത്തത് ബയോളജിയിലുള്ള ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, അത് പഠിക്കാം. അടുത്ത ടോപ്പിക്ക് മാത്സിൽ സമയവും ദൂരവുമാണ്. സമയവും ദൂരവും കുറച്ച് വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കേണ്ട. ആദ്യത്തെ 3 ദിവസം സമയവും ദൂരവും പഠിക്കാനുള്ള ടൈം കൊടുത്തിട്ടുണ്ട്. ഡേ 1 പഠിക്കേണ്ട SCRT ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും. ഇത്രയാണ് 1ാമത്തെ ദിവസം പഠിക്കേണ്ടത്. ഡേ 2 പഠിക്കാനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. നമ്മൾ ഡേ 1 പറഞ്ഞു. അതിൽ നമ്മൾ എത്രത്തോളം പഠിച്ചോ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഡേ 2 പഠിക്കേണ്ടത്. പിന്നെ പഠിക്കാനുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ആറ്റത്തിൻ്റെ ഘടന. മാത്സിൽ പഠിക്കാനുള്ളത് സമയവും ദൂരവും. ഡേ 1 നമ്മൾ സമയവും ദൂരവുമാണ് പഠിച്ചത്. ഡേ 2 സമയവും ദൂരവും പഠിക്കാം. ഡേ 2 പഠിക്കാനുള്ള SCRT ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഡേ 2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഡേ 3 പഠിക്കാനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ടോപ്പിക് തന്നെ. നമ്മൾ ഡേ 1 ഡേ 2 പഠിച്ചു. ഡേ 3 അത് തന്നെയാണ് പഠിക്കേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. അതിൽ ബാക്കി ഭാഗം അതിൽ പഠിക്കാം. പിന്നെ പഠിക്കാനുള്ള ഫിസിക്സിലെ ദ്രവ്യവും പിണ്ഡവും പഠിക്കാം. മാത്സിൽ സമയവും ദൂരവും. SCRT ചാപ്റ്റർ ഡേ 3 പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഇത്രയും കാര്യങ്ങളാണ് ഡേ 3 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഡേ 4 പഠിക്കാനുള്ളത് ആദ്യം ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. അത് ആദ്യത്തെ 3 ദിവസം പഠിച്ചു. 4ാമത്തെ ദിവസം അതുതന്നെയാണ് പഠിക്കേണ്ടത്. അത് കുറച്ച് വലിയ പോർഷൻ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം അതിനായിട്ട് മാറ്റിവെച്ചത്. അത് നന്നായിട്ട് ക്വസ്റ്റ്യനും വരുന്നതാണ്. പിന്നെ പഠിക്കാനുള്ളത് ബയോളജിയിലെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ടോപ്പിക്ക് പഠിക്കാം. മാത്സിൽ പഠിക്കാനുള്ളത് സംഖ്യയും അടിസ്ഥാന ക്രിയകളും. അപ്പം ആദ്യത്തെ 3 ദിവസം നമ്മൾ സമയവും ദൂരവും എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കി മാത്സിൽ. ഇനി പഠിക്കാനുള്ളത് നമ്പേഴ്സാണ്. സംഖ്യയും അടിസ്ഥാന ക്രിയകളുമാണ് ഡേ 4 പഠിക്കേണ്ട മാത്സ്. ഡേ 4 പഠിക്കാനുള്ള SCRT ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. ഇത്രയും കാര്യങ്ങളാണ് ഡേ 4 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഡേ 5. ഡേ 5 ഫസ്റ്റ് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. ഈ ടോപ്പിക്ക് നമ്മൾ ഡേ 1 തൊട്ട് പഠിക്കുകയാണ്. അപ്പം ഈ 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ പഠിക്കാനുള്ളത് കെമിസ്ട്രിയിലെ അയിരും ധാതുക്കളും. 5th ഡേ പഠിക്കാനുള്ള SCRT ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ഇത്രയും കാര്യങ്ങൾ 5th ഡേ കൊണ്ട് പഠിച്ചു തീർക്കണം. അടുത്തത് ഡേ 6 ആണ്. ഡേ 6 റിവിഷൻ ഡേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡേ 1 തൊട്ട് ഡേ 5th വരെ പഠിക്കുന്ന കാര്യങ്ങൾ 6ാമത്തെയും 7ാമത്തെയും ദിവസം റിവിഷൻ കൊടുക്കുന്നു. ഈ റിവിഷൻ ഡേ നന്നായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുക. നന്നായിട്ട് ഇത്രയും പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. കൂടാതെ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിലുണ്ടായിരിക്കണം. ഒരു ഹൈലൈറ്റർ വെച്ച് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണോ പഠിച്ചു കഴിഞ്ഞത് അത്രയും കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പോകാം. ഡേ 7 റിവിഷൻ ഡേ ആണെന്ന് പറഞ്ഞു. അടുത്തത് ഡേ 8 നോക്കാം. 8th ഡേ പഠിക്കാനുള്ള ആദ്യത്തെ ടോപ്പിക്കാണ്
ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗം. അതുപോലെ ബയോളജിയിലെ വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം എന്ന ഭാഗം പഠിക്കുക. മാത്സിൽ പഠിക്കാനുള്ളത് സംഖ്യയും അടിസ്ഥാന ക്രിയകളുമാണ്. സംഖ്യയും അടിസ്ഥാന ക്രിയകളും നമ്മൾ ഡേ 4 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഡേ ആണ് സംഖ്യയും അടിസ്ഥാന ക്രിയകളും. ഡേ 8 പഠിക്കണം. ഡേ 8 പഠിക്കാനുള്ള SCERT ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ആറ്റത്തിൻ്റെ ഘടന. ഇത്രയും കാര്യമാണ് ഡേ 8 പഠിക്കേണ്ടത്. 9th ഡേയിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ഇനി പറയുന്നത്. ആദ്യം തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. ഡേ 8 നമ്മൾ പഠിച്ചു. അതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ 9th പഠിക്കാം. ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കുക. ഫിസിക്സിലുള്ള പ്രവൃത്തിയും ഊർജവും. മാത്സ് സംഖ്യയും അടിസ്ഥാന ക്രിയകളും തന്നെ കണ്ടിന്യൂ ചെയ്യുക. 9ാമത്തെ ഡേ പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സ് 2 SCERT ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് 8ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ലോഹങ്ങൾ അലോഹങ്ങൾ. അതേപോലെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ലോഹങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് 9ാമത്തെ ദിവസം പഠിച്ചു തീർക്കേണ്ടത്. ഡേ 10ൻ്റെ ടൈം ടേബിൾ നോക്കാം. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററി ദേശീയ പ്രസ്ഥാനങ്ങൾ. അത് ഈ 10ാമത്തെ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 3 ദിവസമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കെമിസ്ട്രിയിലുള്ള മൂലകങ്ങളും അവയുടെ വർഗീകരണവും പഠിക്കുക. മാത്സിൽ സംഖ്യയും അടിസ്ഥാന ക്രിയകളും പഠിക്കുക. ഡേ 10 പഠിക്കാനുള്ള SCERT ചാപ്റ്ററാണ് 5ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ജനങ്ങൾ ജനങ്ങളാൽ. ഇത്രയും കാര്യങ്ങളാണ് 10ാമത്തെ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 11ാമത്തെ ദിവസത്തെ ടോപ്പിക്കാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന ഭാഗം പഠിക്കുക. കെമിസ്ട്രിയിലുള്ള മൂലകങ്ങളും അവയുടെ വർഗീകരണവും. അത് 10ാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ തുടങ്ങി. 10ഉം 11ഉം 12ഉം അത് പഠിക്കാം. അത് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളതുകൊണ്ടാണ് 3 ദിവസം കൊടുത്തത്. മാത്സിൽ പഠിക്കാനുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചത് സംഖ്യകളായിരുന്നു, നമ്പേഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞു. അടുത്തത് ഡേ 11 സ്റ്റാർട്ട് ചെയ്യാനുള്ള ടോപ്പിക്ക് LCM HCF ആണ്. ഡേ 11 SCERT ചാപ്റ്ററാണ് 5ാം ക്ലാസ്സിലെ 11ാമത്തെ അധ്യായം നിയമവും സമൂഹവും. അതേപോലെ തന്നെ 8ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം മൂലകങ്ങളും സംയുക്തങ്ങളും. ഇത്രയും കാര്യങ്ങളും ഡേ 11 കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 12ാമത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക്ക്, ആദ്യത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പഠിക്കുക. അതുപോലെ കെമിസ്ട്രിയിലെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും. അതിൻ്റെ ബാലൻസ് ഉള്ളത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. LCM HCF ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. 2 ദിവസം കൊടുത്തിട്ടുണ്ട് LCMനും HCFനും. പിന്നെ പഠിക്കാനുള്ള SCERT ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം പീരിയോഡിക് ടേബിൾ. ഇത്രയും കാര്യം 12ാമത്തെ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ 12 ദിവസം കംപ്ലീറ്റ് ആയി. 13ാമത്തെ ദിവസവും 14ാമത്തെ ദിവസവും റിവിഷൻ ഡേ ആണ്. അടുത്ത സെറ്റ് 5 ദിവസം കഴിഞ്ഞു. അപ്പം ഈ റിവിഷൻ ഡേ ആണ് ഇവിടെ വരുന്നത്. 13ഉം 14ഉം റിവിഷൻ ഡേ ആണ്. അപ്പം കഴിയുന്നവർ ഫസ്റ്റ് തൊട്ട് തന്നെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കാം. 2 ഫുൾ ഡേ ഉണ്ട് പഠിക്കാൻ, നിങ്ങൾക്ക് പഠിക്കാനല്ല റിവൈസ് ചെയ്യാൻ. അപ്പം ആ സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഇതുവരെ 1ാമത്തെ ഡേ 1 തൊട്ട് പഠിച്ച അത്രയും കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യാം. അടുത്തത് 15ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നോക്കാം. 15ാമത്തെ ദിവസത്തെ ആദ്യത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. 3 ദിവസമാണ് നമ്മൾ അതിന് കൊടുത്തത്. ആ ടോപ്പിക്ക് പഠിക്കാൻ 3 ദിവസമായിരുന്നു കൊടുത്തത്. 15ാമത്തെ ദിവസം അത് കംപ്ലീറ്റ് ചെയ്യുക. കെമിസ്ട്രിയിലുള്ള ഹൈഡ്രജനും ഓക്സിജനും പഠിക്കണം. മാത്സിൽ ലാഭവും നഷ്ടവുമാണ് പഠിക്കാനുള്ളത്. LCM HCF നമ്മൾ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുള്ള റിവിഷൻ ഡേയും കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ലാഭവും നഷ്ടവും പഠിക്കാം. ഇവിടെ പഠിക്കാനുള്ള SCERT ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഇത്രയും കാര്യങ്ങളാണ് ഡേ 15 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 16ാമത്തെ ദിവസം പഠിക്കാനുള്ള ടൈം ടേബിളാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള അവസാനത്തെ ഭാഗമാണ് ഭരണ സംവിധാനങ്ങൾ. ആ ടോപ്പിക്ക് പഠിക്കാം. കൂടെ ഫിസിക്സിലെ ഊർജവും അതിൻ്റെ പരിവർത്തനവും എന്ന ഭാഗം പഠിക്കാം. മാത്സിലെ ലാഭവും നഷ്ടവും പഠിക്കണം. SCERT ചാപ്റ്റർ ആണെങ്കിൽ 10ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ. ഇത്രയും കാര്യമാണ് 16ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി 17ാമത്തെ ദിവസത്തെ ടൈം ടേബിളാണ് നോക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ഭാഗം പഠിക്കുക. ബയോളജിയിലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പഠിക്കണം. മാത്സിൽ ലാഭവും നഷ്ടവും എന്ന പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. SCERT ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സിലെ 15ാമത്തെ അധ്യായം പദാർത്ഥങ്ങളുടെ രസതന്ത്രം. അതുപോലെ 6ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം രാഷ്ട്രവും ഗവൺമെൻറ്റും. ഇത്രയും കാര്യങ്ങളാണ് 17ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 18ാമത്തെ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ ജോഗ്രഫിയിലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. അത് കണ്ടിന്യൂ ചെയ്യുക.
കെമിസ്ട്രിയിലെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ടോപ്പിക്ക് പഠിക്കണം. മാത്സിലാണെങ്കിൽ ഭിന്നസംഖ്യകൾ പഠിക്കാം. ഭിന്നസംഖ്യകൾ ഒറ്റ ദിവസം കൊണ്ടാണ് പഠിച്ചു തീർക്കേണ്ടത്. SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 6ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം ഭരണഘടനയ്ക്ക് ഒരു മുഖവുര, അതുപോലെ 7ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും. ഇത്രയും കാര്യങ്ങളാണ് 18ാമത്തെ ദിവസം പഠിക്കേണ്ടത്. അടുത്തത് 19ാമത്തെ ദിവസം പഠിക്കാനുള്ള ടൈം ടേബിൾ നോക്കാം. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ഭാഗം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. 3 ദിവസമായി ആ ടോപ്പിക്ക് പഠിക്കാൻ നമ്മൾ സമയം കൊടുക്കുന്നു. അപ്പോൾ 3ാമത്തെ ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഫിസിക്സിൽ താപവും ഊഷ്മാവും എന്ന ഭാഗം പഠിക്കുക. മാത്സിൽ ദശാംശ സംഖ്യകൾ പഠിക്കണം. SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 8ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ഭാഗം കൂടി 19ാമത്തെ ദിവസം പഠിച്ചു തീർക്കുക. അടുത്തത് 20ഉം 21ഉം ആണ്. 20ാമത്തെ ദിവസം റിവിഷനാണ്. 21ാമത്തെ ദിവസം റിവിഷൻ ഡേ ആണ്. പക്ഷേ 21ാമത്തെ ദിവസം 2 SCERT ചാപ്റ്റേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതും കൂടെ റിവിഷൻ്റെ കൂടെ പഠിച്ചു പോവാം. അപ്പോൾ 21ാമത്തെ ദിവസം പഠിക്കാനുള്ള SCERT ചാപ്റ്ററാണ് 6ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. ആ ചാപ്റ്റർ പഠിക്കുക. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പ്രത്യുൽപാദനം ആരോഗ്യം എന്നീ 2 ചാപ്റ്ററും കൂടെ ഈ റിവിഷൻ ഡേയിൽ പഠിച്ചു തീർക്കുക. അതുപോലെ ഡേ 1 തൊട്ടിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തു പോവുക. അല്ലെങ്കിൽ അഥവാ കഴിയാത്തവരാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസം പഠിച്ച അത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും റിവൈസ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കാം. 22ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നോക്കാം. ആദ്യത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ അതിർത്തിയാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫിസിക്സിൽ താപവും ഊഷ്മാവും എന്ന ടോപ്പിക്ക് നമ്മൾ 19ാമത്തെ ഡേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിവിടെ കംപ്ലീറ്റ് ചെയ്യുക. 22ാമത്തെ ദിവസം താപവും ഊഷ്മാവും കംപ്ലീറ്റ് ചെയ്യുക. മാത്സിൽ പുതിയൊരു ടോപ്പിക്കാണ് വർഗവും വർഗ്ഗമൂലവും. അതിന് 3 ദിവസം കൊടുത്തിട്ടുണ്ട്. വർഗവും വർഗ്ഗമൂലവും പഠിക്കാം. 3 ദിവസം ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് ഭാഗം പഠിക്കുക, ബാക്കി ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. SCERT ആണെങ്കിൽ 8ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും അത് പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ 9ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം പ്രവൃത്തിയും ഊർജവും എന്ന ചാപ്റ്ററും കൂടെ ഇവിടെ പഠിച്ചു തീർക്കുക. 23ാമത്തെ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്സാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കണം. ഫിസിക്സിലാണെങ്കിൽ പ്രകൃതിയിലെ ചലനങ്ങളും ബലവും എന്ന ഭാഗം പഠിക്കുക. മാത്സിൽ വർഗവും വർഗ്ഗമൂലവും കണ്ടിന്യൂ ചെയ്യുക. SCERT ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ഊർജ സ്രോതസ്സുകൾ, കൂടെ തന്നെ 7ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം കൂടെ പഠിക്കുക, താപം നിത്യജീവിതത്തിൽ. ഇത്രയും കാര്യങ്ങൾ 23ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാം. 24ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നോക്കാം. ഇന്ത്യൻ ജോഗ്രഫിയിലെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഫിസിക്സിലാണെങ്കിൽ പ്രകൃതിയിലെ ചലനങ്ങളും ബലവും ആ ടോപ്പിക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. മാത്സിലെ വർഗവും വർഗ്ഗമൂലവും ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. 3 ദിവസമായി വർഗവും വർഗ്ഗമൂലവും പഠിക്കുന്നു. ഈ 24ാമത്തെ ഡേ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ചലനവും ബലവും, അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം മർദ്ദം. ഇത്രയും കാര്യങ്ങളാണ് 24ാമത്തെ ദിവസം പഠിക്കേണ്ടത്. 25ാമത്തെ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്ക് നോക്കാം. ഇതിൽ ആദ്യം പഠിക്കാനുള്ളത് നമ്മളെ സിലബസിലെ മൊഡ്യൂൾ 2 വരുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ എന്ന ഭാഗം പഠിക്കണം. ഫിസിക്സിലെ ശബ്ദവും പ്രകാശവും പഠിക്കാം. മാത്സ് പുതിയ ഒരു ടോപ്പിക്കാണ് ശരാശരി, അത് പഠിക്കാം. 2 SCERT ചാപ്റ്റേഴ്സും കൂടെ ഇതിൻ്റെ കൂടെ പഠിക്കണം. 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പ്ലവക്ഷമ ബലം, 6ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ചലനം നിത്യജീവിതത്തിൽ. ഇത്രയും കാര്യങ്ങളാണ് 25ാമത്തെ ദിവസം പഠിക്കേണ്ടത്. ഡേ 26 പഠിക്കാനുള്ള ടോപ്പിക്സാണ് ഇനി പറയുന്നത്. സിലബസിൽ 2ാമത്തെ മൊഡ്യൂളിൽ വരുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ യുദ്ധങ്ങൾ എന്ന ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ഫിസിക്സിൽ ശബ്ദവും പ്രകാശവും എന്ന ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്, അതിവിടെ കംപ്ലീറ്റ് ചെയ്യാം. മാത്സിൽ ശരാശരി കണ്ടിന്യൂ ചെയ്യാം. SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ചലന സമവാക്യങ്ങൾ, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം ചലന നിയമങ്ങൾ എന്നിങ്ങനെ 2 SCERT ചാപ്റ്റേഴ്സും കൂടെ അവിടെ പഠിക്കാം. അപ്പം അടുത്ത 5 ദിവസം പഠിച്ചു കഴിഞ്ഞു. ഇനി 2 ദിവസം റിവിഷൻ ഡേ ആണ്. റിവിഷൻ ഡേൻ്റെ കൂടെ 2 SCERT ചാപ്റ്റേഴ്സ് വെച്ച് നമുക്ക് പഠിക്കണം, എന്നാലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ SCERT ചാപ്റ്റേഴ്സ് 2 ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ 27ാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ള SCERT ചാപ്റ്ററാണ് 5ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം വ്യാധികൾ പടരാതിരിക്കാൻ. അതുപോലെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, അത് പഠിക്കാം.
28ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ പഠിക്കാനുള്ളത്. അതും റിവിഷൻ ഡേ ആണ്. കൂടെ പഠിക്കേണ്ട 2 SCERT ചാപ്റ്റേഴ്സാണ് ഇനി പറയുന്നത്. 8ാം ക്ലാസ്സിലെ 17ാമത്തെ അധ്യായം വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അപ്പം ഈ 2 ദിവസം റിവിഷൻ ഡേ ആണ്. അതിൻ്റെ കൂടെ 2 SCERT ചാപ്റ്റേഴ്സ് വീതേ തന്നിട്ടുള്ളൂ. അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. 29ാമത്തെ ദിവസത്തെ ടൈം ടേബിളാണ് ഇനി പറയുന്നത്. നമ്മുടെ സിലബസിലെ 2ാമത്തെ മൊഡ്യൂളിൽ വരുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ എന്ന ഭാഗം ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ഫിസിക്സിലെ സൗരയൂഥവും സവിശേഷതകളും കംപ്ലീറ്റ് ചെയ്യാം. മാത്സിലാണെങ്കിൽ ശരാശരി നമ്മൾ 2 ദിവസമായി പഠിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ 2 ദിവസം കൂടെ ശരാശരി കൊടുത്തിട്ടുണ്ട്. ശരാശരി പഠിക്കാം. 29ാമത്തെ ദിവസം പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സാണ്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ഗുരുത്വാകർഷണം, 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം പ്രകാശം പ്രതിപദിക്കുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് 29ാമത്തെ ദിവസം പഠിച്ചു തീർക്കേണ്ടത്. അടുത്തത് 30ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ. നമ്മൾ 2ാമത്തെ മൊഡ്യൂളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ എന്ന ഭാഗം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ബയോളജിയിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ശരാശരി, മാത്സിൽ ശരാശരി നമ്മൾ 4 ദിവസമായി പഠിക്കുന്നു. ഇവിടെ അത് ശരാശരി കംപ്ലീറ്റ് ചെയ്യണം. 30ാമത്തെ ദിവസം പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സാണ്. 8ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായം ഗോളീയ ദർപ്പണങ്ങൾ, അതുപോലെ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം പ്രകാശത്തിൻ്റെ അപവർത്തനം. ഇത്രയും കാര്യങ്ങളാണ് 30ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 31ാമത്തെ ദിവസത്തെ ടൈം ടേബിളാണ് ഇനി നോക്കുന്നത്. ആദ്യം പഠിക്കാനുള്ളത് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുക. ബയോളജിയിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അത് കണ്ടിന്യൂ ചെയ്യുക. ഇനി അങ്ങോട്ട് നമ്മൾ നവോത്ഥാന നായകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിലബസ് മുന്നോട്ട് പോകുന്നത്. അപ്പം 1-2 ദിവസങ്ങൾ കൊണ്ട് നവോത്ഥാന നായകരെ ഒന്നായിട്ട് പഠിച്ചു തീർക്കേണ്ട. അങ്ങനെയാകുമ്പോൾ കൺഫ്യൂഷൻസ് വരും. അപ്പം നിങ്ങൾ ഓരോ ദിവസത്തെ ടൈം ടേബിളും 2 പേരെ വെച്ച് പഠിച്ചു പോയാൽ മതി. അപ്പം PYQ ഒക്കെ ചെയ്യുന്നവർക്കറിയാം ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻസ് കൂടിയവരെ 2 പേരെ വെച്ച് അങ്ങനെ പഠിച്ചു പോകാം. അപ്പോൾ നവോത്ഥാന നായകർ 2 പേരെ പഠിക്കാം. മെൻ്റൽ എബിലിറ്റിയിൽ ബോർഡ് മാസ് എന്ന ടോപ്പിക്ക് പഠിക്കാം. SCERTയിലാണെങ്കിൽ 9ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ശബ്ദം എന്ന ടോപ്പിക്ക് പഠിക്കണം. 10ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ശബ്ദ തരംഗങ്ങൾ എന്നിങ്ങനെ 2 SCERT ചാപ്റ്റേഴ്സ് കൂടെ പഠിക്കാം. അടുത്തത് 32ാമത്തെ അധ്യായം വിവിധ മേഖലകളിലെ പുരോഗതിയും നേട്ടങ്ങളും, മൊഡ്യൂൾ 2ൽ വരുന്നതാണ്. അതിന് കൂടെ ബയോളജി മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് പഠിക്കാം. 2 നവോത്ഥാന നായകരെ ഇവിടെ പഠിക്കാം. മാത്സിൽ ശ്രേണികൾ പഠിക്കാം. SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 10ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ലെൻസുകളും 10ാം ക്ലാസ്സിലെ തന്നെ 3ാമത്തെ അധ്യായം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന 2 SCERT ചാപ്റ്റേഴ്സും കൂടെ 32ാമത്തെ ദിവസം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് 33ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന ഭാഗം പഠിക്കുക. ബയോളജിയിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗം കണ്ടിന്യൂ ചെയ്യുക. നവോത്ഥാന നായകരിൽ ഏതെങ്കിലും 2 നവോത്ഥാന നായകരെ പഠിക്കുക. മാത്സിൽ പഠിക്കാനുള്ളത് സമാന ബന്ധങ്ങളാണ്. മെൻ്റൽ എബിലിറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സമാന ബന്ധങ്ങൾ എന്ന ഭാഗം പഠിക്കുക. SCERT ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം കയ്യെത്തും ദൂരത്ത് ആകാശം അത് പഠിക്കാം. കൂടെ തന്നെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ആകാശ വിസ്മയങ്ങൾ എന്നിങ്ങനെ 2 SCERT ചാപ്റ്റേഴ്സും കൂടെ ഇവിടെ പഠിക്കാം. അടുത്ത വരുന്ന 2 ദിവസം, അതായത് 34ാമത്തെ ദിവസം 35ാമത്തെ ദിവസവും റിവിഷൻ ഡേ ആണ്. റിവിഷൻ ഡേൻ്റെ കൂടെ നമ്മളിപ്പോൾ SCERTയുടെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 34ാമത്തെ ദിവസം പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സാണ് 6ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ആഹാരത്തിലൂടെ ആരോഗ്യം, അതുപോലെ 7ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം വിളയിക്കാം നൂറുമേനി. 35ാമത്തെ ദിവസം പഠിക്കാനുള്ള SCERT ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം, 7ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം പരിസ്ഥിതിയെ നോവിക്കാതെ എന്നിങ്ങനെ 2 വീതം SCERT ചാപ്റ്റേഴ്സും പഠിക്കാം. കൂടെ ഇതുവരെ പഠിച്ച അത്രയും കാര്യങ്ങൾ ഒന്ന് ഓടിച്ചെങ്കിലും റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി 36ാമത്തെ ടൈം ടേബിൾ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗം പഠിക്കാം. ബയോളജിയിലാണെങ്കിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും പഠിക്കണം. 2 നവോത്ഥാന നായകരെ പഠിക്കാം. അതുപോലെ മാത്സിൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കണം. SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ഇത്രയും കാര്യങ്ങളാണ് 36ാമത്തെ ദിവസം പഠിക്കേണ്ടത്. 37ാമത്തെ ദിവസത്തെ ടൈം ടേബിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ജീവിതശൈലി രോഗങ്ങൾ പഠിക്കാം. നവോത്ഥാന നായകർ 2 പേരെ പഠിക്കാം.
മാത്സിൽ നമ്മൾ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പഠിക്കുന്നത്. അതന്നെ കണ്ടിന്യൂ ചെയ്യാം. SCERT ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഇത്രയും കാര്യങ്ങളാണ് 37ാമത്തെ ദിവസം പഠിക്കേണ്ടത്. 38ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം അത് പഠിക്കണം. 2 നവോത്ഥാന നായകരെ പഠിക്കാം. നമ്മളിവിടെ മാത്സ് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ പഠിച്ചു വരുന്നത്. അതിവിടെ കംപ്ലീറ്റ് ചെയ്യണം. 38ാമത്തെ ദിവസം ഏജ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ പഠിക്കേണ്ട SCERT ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക്. ഇത്രയും കാര്യമാണ് 38ൽ പഠിക്കേണ്ടത്. ഡേ 39ൽ പഠിക്കേണ്ട ടോപ്പിക്സാണ് ഇനി പറയുന്നത്. കേരള ജോഗ്രഫിയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കാം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പഠിക്കാം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പഠിക്കാൻ 2 ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ച് പഠിക്കുക, ബാക്കി ഭാഗം അടുത്ത ദിവസം പഠിക്കാം. 2 നവോത്ഥാന നായകരെ പഠിക്കുക. മാത്സിൽ തരം തിരിക്കൽ പഠിക്കുക. മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന ഭാഗമാണ് തരം തിരിക്കൽ. SCERT ചാപ്റ്റർ ആണെങ്കിൽ 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. ഇത്രയും കാര്യങ്ങൾ 39ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാം. ഇനി 40ാമത്തെ ദിവസത്തെ ടൈം ടേബിളാണ് പറയുന്നത്. കേരള ജോഗ്രഫിയിലെ നദികൾ കായലുകൾ എന്ന ഭാഗം പഠിക്കുക. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. 2 നവോത്ഥാന നായകരെ പഠിക്കുക. അതുപോലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം എന്ന ഭാഗം ഇവിടെ പഠിക്കുക. SCERT ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്ന ഭാഗമാണ് പഠിക്കേണ്ടത്. അപ്പം ഇത്രയും ടോപ്പിക്സ് 40ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്തത് ഡേ 41ൻ്റെ ടൈം ടേബിൾ നോക്കാം. കേരള ജോഗ്രഫിയിൽ വരുന്ന വിവിധ വൈദ്യുത പദ്ധതികൾ പഠിക്കണം. അതുപോലെ 7ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ശാസ്ത്ര സാങ്കേതിക മേഖല അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനമായിട്ട് ഇവിടെ വരിക. നവോത്ഥാന നായകർ 2 പേരെ പഠിക്കുക. മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന ഒറ്റയാനെ കണ്ടെത്തൽ പഠിക്കുക. SCERT 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 7ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്ററും 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ലോകത്തിൻ്റെ നെറുകയിൽ എന്ന 2 ചാപ്റ്ററും ഇവിടെ പഠിക്കാം. ഡേ 42ൻ്റെ ടൈം ടേബിൾ നോക്കാം. കേരള ജോഗ്രഫിയിൽ വരുന്ന വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും ഇവിടെ പഠിക്കാം. അതേപോലെ 7ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ശാസ്ത്ര സാങ്കേതിക മേഖല അത് കണ്ടിന്യൂ ചെയ്യാം. 2 നവോത്ഥാന നായകരെ പഠിക്കാം. മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന സ്ഥാനനിർണ്ണയം എന്ന ഭാഗം പഠിക്കാം. 2 SCERT ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം വിശാല സമതല ഭൂവിൽ. അതേപോലെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്നിങ്ങനെ 2 SCERT ചാപ്റ്റേഴ്സും കൂടെ പഠിച്ച് 42ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് ഡേ 43 കേരള ജോഗ്രഫിയിലെ മത്സ്യബന്ധനം കായിക രംഗം എന്ന ഭാഗം പഠിക്കാം. 7ാമത്തെ മൊഡ്യൂളിൽ വരുന്ന കലാ സാംസ്കാരിക മേഖല പഠിക്കാം. 2 നവോത്ഥാന നായകരെ പഠിക്കാം. സ്ഥാനനിർണ്ണയം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. SCERT ചാപ്റ്റേഴ്സ് 9ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം മണലാരണ്യത്തിലൂടെ, 9ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം തീരങ്ങളിലൂടെ എന്നിങ്ങനെ 2 SCERT ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാം. 44ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നോക്കാം. 5ാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് എന്ന ഭാഗം പഠിക്കാം. 7ാമത്തെ മൊഡ്യൂളിൽ വരുന്ന കലാ സാംസ്കാരിക മേഖല പഠിക്കണം. 2 നവോത്ഥാന നായകരെ പഠിക്കുക. SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നാടറിയാം എന്ന ഭാഗവും 8ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം എന്ന അധ്യായവും പഠിക്കാം. അടുത്തത് 45ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കണം. അതുപോലെ 7ാമത്തെ മൊഡ്യൂളിലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ പറ്റി പഠിക്കുക. 2 നവോത്ഥാന നായകരെ ഇവിടെ പഠിക്കണം. SCERT ചാപ്റ്റേഴ്സ് 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അതുപോലെ 7ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായം ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. ഇത്രയും കാര്യങ്ങളാണ് 45ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് 46ാമത്തെ ദിവസമാണ്. 46ാമത്തെ ദിവസം റിവിഷൻ ഡേ ആണ്. റിവിഷൻ ഡേയിൽ നമുക്ക് 2 SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം സംവേദകങ്ങൾക്ക് പിന്നിൽ. അതുപോലെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ജീവികളിലെ രാസസംവേദനം എന്നിങ്ങനെ 2 SCERT ചാപ്റ്റേഴ്സ് പഠിക്കാം. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ചെങ്കിലും റിവൈസ് ചെയ്യാം. അടുത്തത് 47ാമത്തെ ദിവസത്തെ ടോപ്പിക്ക് നോക്കാം.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാണ്. അതിനെ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ 7ാമത്തെ മൊഡ്യൂളിൽ രാഷ്ട്രീയ സാമ്പത്തിക മേഖല എന്ന ഭാഗം കൂടെ പഠിക്കാം. നവോത്ഥാന നായകന്മാർ, ബാക്കിയുള്ള നായകന്മാരെ പഠിക്കുക. SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 8ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ഭാഗവും, 8ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്ററും 47ാമത്തെ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 48ാമത്തെ ദിവസത്തെ ടൈം ടേബിളിൽ ആദ്യം പഠിക്കാനുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖല 7ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഭാഗമാണ്, അതും പഠിക്കുക. നവോത്ഥാന നായകന്മാർ ഏതൊക്കെയാണോ ബാലൻസ് ഉള്ളത് അത് പഠിക്കുക. SCERT ചാപ്റ്റേഴ്സ് 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന ചാപ്റ്റർ പഠിക്കാം. 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പണവും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്ററും ഇവിടെ പഠിക്കാം. അടുത്തത് 49ാമത്തെ ദിവസത്തെ ടൈം ടേബിളാണ് നോക്കാൻ പോകുന്നത്. 7ാമത്തെ മൊഡ്യൂളിൽ തന്നെ വരുന്നതാണ് കായിക മേഖല. അത് പഠിക്കുക. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. പിന്നെ നവോത്ഥാന നായകന്മാർ ബാക്കിയുണ്ടെങ്കിൽ അത് പഠിക്കുക. SCERT 10ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും എന്ന ഭാഗം പഠിക്കുക. 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്ററും 49ാമത്തെ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 50 ഡേയ്സ് സ്റ്റഡി പ്ലാനിലെ 50ാമത്തെ ദിവസത്തെ, അതായത് അവസാനത്തെ ദിവസത്തെ ടൈം ടേബിളാണ് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 7ാമത്തെ മൊഡ്യൂളിൽ വരുന്ന കായിക മേഖല ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. നവോത്ഥാന നായകന്മാർ ബാക്കിയുള്ളത് ആരൊക്കെയാണോ ബാക്കിയുള്ളത് അതും കൂടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. SCERT ചാപ്റ്റർ ആണെങ്കിൽ 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ചലനത്തിന് പിന്നിൽ എന്ന ഭാഗവും 10ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ജീവൻ്റെ ജനിതകം എന്ന പാഠഭാഗവും ഇവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ LGSൻ്റെ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. ഇതിൽ LGSന് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ SCERT ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് തരാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.